ശ്രീ മോഹൻ വർഗീസ്, എന്നാണ് തരൂർ BJP-കാരനാകുന്നത്? കൗതുകരമായ ചോദ്യമാണ്. BJP-കാരൻ എന്നാകും എന്നതിനേക്കാൾ പ്രധാനം തരൂരിനെ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് പൂർണ്ണമായി ഉൾക്കൊള്ളാനാവുമോ എന്നതാണ്. ഇപ്പോൾ നിലവിൽ ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് വെക്കുന്ന ആദർശങ്ങൾ അല്ലെങ്കിൽ ചില വാദഗതികൾ തരൂർ അതിന് അനുരൂപമായി ഇൻ ടാൻഡം പ്രവർത്തിക്കുന്നത് കൊണ്ട് ഒരു തോന്നലുണ്ടാകാം തരൂർ BJP ലൈനിലാണോ പോകുന്നത്, BJP-യുമായി എന്തെങ്കിലും ബാന്ധവം ഉണ്ടോ, എന്തെങ്കിലും അൾട്ടീരിയർ മോട്ടീവ് ഉണ്ടോ, തരൂരിന് എന്തെങ്കിലും ഗ്യാരൻറ്റികൾ BJP നൽകിയിട്ടുണ്ടോ. എനിക്ക് തോന്നുന്നത്, എൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ് എനിക്ക് പറയാൻ സാധിക്കുന്നത്, തരൂർ അതുക്കും മേലെയാണ്. അതുക്കും മേലെ എന്ന് പറഞ്ഞാൽ തരൂർ എക്കാലത്തും ആഗ്രഹിച്ച ഒരു കാര്യമാണ് തൻ്റെ വിശ്വപൗരൻ എന്ന സ്റ്റേറ്റസ് നിലനിർത്തിക്കൊണ്ട് ലോകരാജ്യങ്ങളുടെ മുമ്പിൽ ഇന്ത്യയെ ഷോക്കേസ് ചെയ്യാൻ കഴിയണം. വ്യത്യസ്തമായ ഒരു രാഷ്ട്രീയ പന്ഥാവ് ഇന്ത്യക്കുള്ളിൽ വെട്ടിത്തുറക്കാൻ കഴിയണം. ഈ രണ്ട് കാര്യങ്ങളാണ് തരൂരിനുള്ളത്. രണ്ടാമത്തെ കാര്യത്തിൽ തരൂർ പൂർണ്ണ പരാജയമായിരുന്നു. വ്യത്യസ്തമായ പന്ഥാവ് വെട്ടിത്തുറക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷമല്ല ഇന്ത്യയിലെ പാർട്ടി വ്യവസ്ഥിതി, പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടിയിൽ. അതിൻ്റെ അധ്യക്ഷനാകാൻ തരൂർ ശ്രമം നടത്തി 2 വർഷം മുൻപ്. അത് ദയനീയമായി പരാജയപ്പെട്ടു. പക്ഷേ അദ്ദേഹത്തിന് ഒരു വ്യത്യസ്തമായ മുഖം അന്ന് മുതലേ ലഭിച്ചു. ഒരു കൺവെൻഷണൽ സെൻസിലെ ഒരു റിബൽ പൊളിറ്റീഷ്യൻ അല്ല തരൂർ. പക്ഷേ നേതൃത്വത്തിൻ്റെ വിപ്പ് അനുസരിച്ച് പൂർണ്ണമായി നാക്ക് ചലിപ്പിക്കാൻ തയ്യാറാവാത്ത രീതിയിലേക്ക് തരൂർ വളർന്നു. അത് മാത്രമല്ല, തരൂരിനെ അവഗണിച്ചുകൊണ്ട് പാർട്ടിക്ക് മുന്നോട്ട് പോകാനാവാത്ത ഒരന്തരീക്ഷവും വന്നു. ഇപ്പോൾ ഈ ലേറ്റസ്റ്റ് എപ്പിസോഡിലും കാണുന്നത് അതാണ്. തരൂരിനെ മനസ്സില്ലാ മനസ്സോട് അവസാന നിമിഷം ഉൾക്കൊള്ളാൻ കോൺഗ്രസ് പാർട്ടി തയ്യാറായി എന്ന് പറഞ്ഞപ്പോൾ തരൂർ പിടിച്ചടം തന്നെ ജയിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അല്ല, അതിന് വളരെ കൃത്യമായി അദ്ദേഹം ഉപയോഗിച്ചത് രാഷ്ട്രമുണ്ടായാൽ മാത്രമേ രാഷ്ട്രീയം ഉണ്ടാവുകയുള്ളൂ. അത് കോൺഗ്രസിനെ വല്ലാതെ വെട്ടിലാക്കി. കാരണം ഈ ഒരു പ്രത്യേക വിഷയത്തിൽ രാജ്യ താല്പര്യത്തിന് അനുസൃതമായി പെരുമാറുന്നുവെന്ന് ബോധ്യപ്പെടുത്തുകയാണ്. അവിടെയും പാർട്ടിയാണ് തരൂർ കുഴപ്പിക്കുന്നത്. അങ്ങ് തള്ളിപ്പളയാൻ പറ്റില്ല. കോൺഗ്രസിന് 4 അംഗ ലിസ്റ്റ് നൽകിയെങ്കിൽ പോലും, തരൂരിനെ ഉൾപ്പെടുത്തിയെങ്കിൽ പോലും, പിന്നീട് കേന്ദ്രം ഉൾപ്പെടുത്തിയെങ്കിൽ പോലും തരൂരിനെ പാടില്ല എന്ന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കോൺഗ്രസിന് പറയാൻ പറ്റുമോ? ഇത് ഒരിക്കലും പറയാനൊക്കില്ല. രഞ്ജിത്തിന് രസകരമായ വസ്തുത, തരൂർ എന്ന ആള് നാച്ചുറൽ പിക്കാണ്. അദ്ദേഹം ഏത് പാർട്ടിയിൽ എന്നത് വിഷയമല്ല. ലോക രാഷ്ട്രീയം ഇത്രത്തോളം അടുത്ത് നിന്ന് കണ്ട, പ്രത്യേകിച്ച് നയതന്ത്ര ബന്ധങ്ങളിൽ നേരിട്ട്, ഇന്റർനാഷണൽ ഡിപ്ലോമസിയിൽ നേരിട്ട് പങ്കാളിത്തമുണ്ടായിരുന്ന, ദീർഘകാലം ഐക്യരാഷ്ട്ര സംഘടനയിൽ പ്രവർത്തിച്ചിരുന്ന, ഐക്യരാഷ്ട്ര സംഘടനയുടെ അണ്ടർ സെക്രട്ടറി ജനറൽ കൂടിയായിരുന്ന തരൂരിന് ഒരു ലേബലുണ്ട്, ഇന്റർനാഷണൽ ഒരു ലേബലുണ്ട്. തരൂർ നീഡ്സ് നോ ഇൻട്രഡക്ഷൻ. മറ്റേത് രാഷ്ട്രീയക്കാരനോ ഇവിടുത്തെ MP-യോ ആണെങ്കിലും അമേരിക്കയിൽ ചെന്നിറങ്ങുമ്പോൾ അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ ചെന്നിറങ്ങുമ്പോൾ ഹു ഇസ് ദിസ് ഗായ് എന്ന ഒരു ചോദ്യം വരും. തരൂരിന് ഡോക്ടർ ശശി തരൂർ, വെൽ നോൺ റൈറ്റർ ആൻഡ് നൗ പൊളിറ്റീഷ്യൻ, ഫോമർ കരിയർ ഡിപ്ലോമാറ്റ്, ഈ രീതിയിലെല്ലാം അറിയപ്പെടുന്നത് കൊണ്ടാണ് തരൂർ നാച്ചുറൽ പിക്കാണെന്ന് പറയുന്നത്. അതുകൊണ്ട് BJP അല്ല പിക്ക് ചെയ്തിരിക്കുന്നത്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യയാണ്. അപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് ഒരു കാര്യം ചെയ്യാമായിരുന്നു ബുദ്ധിപൂർവ്വം. ആരാണോ പിക്ക് ചെയ്തിരിക്കുന്നത്, എസ്റ്റാബ്ലിഷ്മെൻ്റ് എന്ന് പറയാം, നരേന്ദ്രമോദിയും അമിത്ഷായും തിങ്ക് ടാങ്ക് അകത്തെ ഒരു സംവിധാനമുണ്ടല്ലോ, അവർ തരൂരിനെ പിക്ക് ചെയ്തതിന് ശേഷം കോൺഗ്രസ് നേതൃത്വത്തെ അറിയിക്കാമായിരുന്നു. വി ഹാവ് ഓൾറെഡി എക്സ് ഒഫീഷ്യോ എന്ന് വേണമെങ്കിൽ പറയാം, പാർലമെൻറ്റിൻ്റെ വിദേശകാര്യ സമിതിയുടെ പാർലമെൻ്ററി കമ്മിറ്റി ഓൺ ഫോറിൻ അഫയേഴ്സ് അതിൻ്റെ അധ്യക്ഷനാണ് അദ്ദേഹം, ഉറപ്പായിട്ടുണ്ടാവണം. ഇനി അഡീഷണലായി കോൺഗ്രസിൽ നിന്നും ആരെല്ലാമാണ് വേണ്ടത് എന്ന് നിങ്ങൾ പറയൂ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ കുറച്ചുകൂടി ഒരു വ്യത്യസ്തത ഉണ്ടാകുമായിരുന്നു. കോൺഗ്രസിന് മുഖം നഷ്ടപ്പെടില്ലായിരുന്നു. ഇവിടെ സംഭവിച്ചത് തരൂർ ഓൾറെഡി പിക്ഡ് ആണ് എന്ന പ്രതീതി കോൺഗ്രസിനുള്ളിലും ഉണ്ടായി. അതിനുശേഷം തരൂരിൻ്റെ പേര് വെച്ച് കോൺഗ്രസിന് വേണമെങ്കിൽ ഒരു ലിസ്റ്റ് കൊടുക്കാമായിരുന്നു. അതെന്തുകൊണ്ട് സംഭവിച്ചില്ല എന്നത് കോൺഗ്രസ് പാർട്ടിയും ആഴത്തിൽ ആലോചിക്കേണ്ടതല്ല. തരൂരിന് ഇപ്പോൾ നമുക്കറിയാം, തരൂരിനെ ആദ്യം കേന്ദ്ര സർക്കാർ സമീപിക്കുന്നു. ഇങ്ങനെ ഒരു ഡെലിഗേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹത്തിനൊരു മര്യാദയുണ്ടല്ലോ. അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായി 4 തവണ തിരഞ്ഞെടുപ്പ് ജയിച്ച ഒരാളാണ്. ഒറ്റയ്ക്ക് ജയിച്ച ആളൊന്നുമല്ല, രാഷ്ട്രീയ പാർട്ടിയുടെ പിന്തുണയോടുകൂടി. അദ്ദേഹം വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്. അങ്ങനെ ഒരുപാട് പ്രധാന പദവികളിലിരിക്കുന്ന ഒരാൾ, അദ്ദേഹത്തിൻ്റെ ഒരു മര്യാദയുണ്ടല്ലോ. പാർട്ടിയുടെ അനുവാദം ചോദിക്കുക, ആരുടെങ്കിലും ഒന്ന് ചോദിക്കുക, ഇങ്ങനെ ഒരു സംഗതിക്ക് തന്നെ വിളിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഉറപ്പായും അദ്ദേഹത്തിന് കോൺഗ്രസ് പാർട്ടിയോട് പറയാമായിരുന്നു. കാരണം ആ രീതിയിലുള്ള ബന്ധം നഷ്ടപ്പെട്ടു. കാരണം ഊഷ്മളമായ ബന്ധം അത് എവിടെ ആരംഭിച്ചു എന്നുള്ളതാണ്. അപ്പം നമ്മൾ അതാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. തരൂരിൻ്റെ ഒരു സൈക്കേ ഒന്ന് ആലോചിക്കൂ. തരൂരിനറിയാം താനൊരു മിടുക്കനാണെന്ന് തരൂരിനറിയാം. അത് ആരും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. ആരും മുദ്രാവാക്യം വിളിച്ചാലും ഇല്ലെങ്കിലും തരൂരിനൊരു ഇടമുണ്ട്. തരൂരിനെ മാറ്റി നിർത്തി ഇപ്പോഴത്തെ നിലയിൽ കോൺഗ്രസ് രാഷ്ട്രീയം ചർച്ച ചെയ്യാനാവില്ല. അതറിയാവുന്ന ഒരാളാണ് തരൂർ. അപ്പോൾ പിന്നെ ഈ തല കുമ്പിട്ട്
കേന്ദ്ര സർക്കാർ ഇങ്ങോട്ട് ഒരു ഓഫർ തന്നു, ഞാനൊന്ന് പൊയ്ക്കോട്ടെ എന്ന് കോൺഗ്രസ് നേതൃത്വത്തോട് ചോദിക്കാൻ തരൂർ തയ്യാറായില്ല. അതൊരു പക്ഷേ ഈഗോയുടെ വിഷയമായിരിക്കാം, മുൻകാല അനുഭവങ്ങളുടെ വിഷയമായിരിക്കാം. മനഃപൂർവ്വമായി കോൺഗ്രസ് പാർട്ടി സൈഡ് ലൈൻ ചെയ്യുന്നു, തന്നെ മേജർ ഡിബേറ്റുകളിൽ നിന്നും മുൻകാലങ്ങളിൽ ഉപയോഗിച്ചതുപോലെ സമൃദ്ധമായി ഉപയോഗിക്കുന്നില്ല. ഇപ്പോൾ രാഹുൽ ഗാന്ധിക്ക് സ്പേസ് കൊടുക്കണം, പ്രിയങ്ക ഗാന്ധിക്ക്, രണ്ടുപേരും ലോക്സഭാംഗങ്ങളാണ്, രണ്ടുപേർക്കും സ്പേസ് കൊടുക്കണം. പിന്നെ തരൂറിന് കിട്ടുന്നത് വളരെ തുച്ഛമായ സമയമാണ്. അപ്പോൾ ആദ്യ ഊഴത്തിൽ അദ്ദേഹത്തിന് ലഭിച്ച അവസരത്തിൻ്റെ 4/1 പോലും 4ാം ഊഴത്തിൽ ലോക്സഭയിൽ അദ്ദേഹത്തിന് ലഭിക്കുന്നില്ല. പിന്നെ ഇനി ലഭിക്കാനുള്ളത് BJPയുടെ കനിവിൽ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ കനിവിൽ ലഭിക്കാനുള്ളതാണ്. അദ്ദേഹം എന്നും ആഗ്രഹിച്ചതാണ് ഇന്ത്യയെക്കുറിച്ച് ലോകത്തിനോട് പറയുക. അദ്ദേഹം എഴുതിയ പുസ്തകങ്ങൾ നോക്കൂ. ഈ ഇന്ത്യയെ കണ്ടെത്തുന്ന നെഹ്റുവിന് ശേഷം ഭാരതത്തെ കണ്ടെത്താനായി എഴുതിയ കൾച്ചറൽ നാരറ്റീവ്സ് ആണ്. അതുകൊണ്ട് അദ്ദേഹം പറയുന്ന ഹിന്ദുത്വ BJPയുടെ ഹിന്ദുത്വ ലൈനിൽ നിന്നും ലേശം വിഭിന്നമാണെങ്കിൽ പോലും ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി അത്ര സൂക്ഷ്മദർശിനി വെച്ച് അത് നോക്കാറില്ലാത്തത് കൊണ്ട് BJPക്കും അത് സ്വീകാര്യമാണ്. ഒരു കൾച്ചറൽ നറേറ്റീവ്, ഇന്ത്യ എന്ന സിവിലൈസേഷൻ എൻറ്റിറ്റിയെ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കാൻ ഇപ്പോൾ നല്ലത് തരൂറാണ്. അദ്ദേഹം ഞങ്ങളുടെ ലൈനിലേക്ക് വരികയാണെങ്കിൽ തീർച്ചയായും സമൃദ്ധമായി ഉപയോഗിക്കാം, കോൺഗ്രസിനെ വെട്ടിലാക്കുകയും ചെയ്യാം. തീർച്ചയായിട്ടും അതിൻ്റെ പിന്നിൽ ഒരു പോളിറ്റിക്സ് ഞാൻ കാണുന്നുണ്ട്. തീർച്ചയായും നയതന്ത്രമാണ്, നന്മയാണ്, ഒക്കെയാണ്. പക്ഷേ കോൺഗ്രസിന് വലിയൊരു ആപ്പാണിത്. ഇപ്പോൾ ശ്രീ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ താൻ രാജ്യം തന്നെ മാടി വിളിക്കുന്നു, താൻ രാജ്യസ്നേഹിയാണ്. അതുകൊണ്ട് സങ്കുചിതമായ രാഷ്ട്രീയം തന്നെ ബാധിക്കുന്നില്ല. പ്രത്യേകിച്ച് രാഷ്ട്രീയ സുരക്ഷയുടെ കാര്യം വരുമ്പോൾ താൻ അവൈലബിൾ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കൃത്യമായ നറേറ്റീവ് സൃഷ്ടിച്ചാണ് ഈ വിഷയത്തിൽ കോൺഗ്രസ് പാർട്ടിയെ തരൂർ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത്, സംശയമില്ല. ശ്രീ